ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ചാപ്റ്റർ ആണ് 18th സെഞ്ചുറി പൊളിറ്റിക്കൽ ഫോർമേഷൻസ്. 18th സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഫോർമേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ട് അല്ലെ, 28 സ്റ്റേറ്റ്സ് ഉള്ള വലിയൊരു കൺട്രിയാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യ. പക്ഷെ ഒത്തിരി കാലം മുമ്പ് ഇന്ത്യ പണ്ട് ഇങ്ങനെ 28 സ്റ്റേറ്റ്സ് ആയിട്ടൊന്നും ആയിരുന്നില്ല ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പല പല രാജാക്കന്മാരും ഒക്കെ ഭരിച്ചുകൊണ്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അല്ലെ നമ്മളിപ്പോ ഇലക്ഷൻ ഒക്കെ ചെയ്ത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് അല്ലെ, നമുക്ക് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയം ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് അല്ലെ. LDF ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. ഇലക്ഷൻ നടത്തും, വോട്ട് രേഖപ്പെടുത്തും, വോട്ടിൽ ഇലക്ഷനിൽ ജയിക്കുന്ന ആൾക്കാർ മന്ത്രിയായിട്ട് മന്ത്രിസഭ രൂപീകരിച്ചൊക്കെയാണല്ലേ നമ്മുടെ ഒരു ഭരണത്തിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ അല്ലെ. നമുക്ക് വേണ്ട റൂളേഴ്സിനെ നമ്മൾ തന്നെ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവരെടുത്ത് പറയും, അവര് അതിനനുസരിച്ച് ചെയ്തു തരും അല്ലെ. അങ്ങനെയല്ലേ പോകുന്നത്. പക്ഷേ അത് ഇന്നത്തെ ഇന്ത്യയാണ്. ഓക്കെ, അത് ഇന്നത്തെ ഇന്ത്യയാണ്. ഒരു 18th സെഞ്ചുറിയിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇലക്ഷനോ അല്ലെങ്കിൽ നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പോളിംഗ് ബൂത്തിൽ പോയിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലെ. രാജാക്കന്മാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 28 സ്റ്റേറ്റ്സും ഉണ്ടായിരുന്നില്ല. അപ്പം 18th സെഞ്ചുറിയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അല്ലെ, ഇന്നത്തെ ഇന്ത്യയും അന്നത്തെ ഇന്ത്യയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ കൺട്രി അല്ലെ, പല ഭാഗങ്ങളും ഇന്ന് പാകിസ്ഥാനാണ് അല്ലെ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി പഴയകാലത്ത് ഉണ്ടായിരുന്നതിന്റെ പല ഭാഗങ്ങളും ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലൊക്കെയാണ് കിടക്കുന്നത് അല്ലെ. സോ 18th സെഞ്ചുറിയിലുള്ള പൊളിറ്റിക്കൽ ഫോർമേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ചാപ്റ്റർ, അത്ര കുഞ്ഞല്ല, കുറച്ച് ചെറിയൊരു ചാപ്റ്റർ എന്നാൽ കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ് 18th സെഞ്ചുറി പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. തുടങ്ങാം നമുക്ക്. In this chapter, we will read about the emergence of new political groups in the subcontinent during the first half of the 18th century. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിന്റെ എമർജൻസിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദി 18th സെഞ്ചുറി എവിടെ മുതൽ എവിടെ വരെ? 1707. എന്താണ് അവിടുത്തെ പ്രത്യേകത? ഔറംഗസേബ് മരിച്ചു അല്ലെ. 1707 ഔറംഗസേബ് ഡെത്ത് മുതൽ ടിൽ ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, മൂന്നാം പാനിപ്പത്ത് വരെയുള്ള ഒരു കാലഘട്ടം, 1761 വരെയുള്ള അല്ലെ ആദ്യത്തെ ഒരു ഹാഫിലെ കഥയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1707 മുതൽ 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1700 മുതൽ 1799 വരെയുള്ള ഒരു കാലഘട്ടം അല്ലേ ഇവര്. അതിനകത്തുള്ള ഫസ്റ്റ് ഹാഫ് അല്ലെ 1707 മുതൽ 1761 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ in this chapter we will read about the emergence of new political groups in the subcontinent during the first half of the 18th century. 18th century in the first half, roughly from 1707 when Aurangzeb died till the third battle of Panipat in 1761. Okay, നിങ്ങൾ കണ്ടോ ഇന്ത്യയുടെ ഒരു കിടപ്പ് കണ്ടോ നിങ്ങൾ? ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ, വിശാലമായിട്ട്. ഇതൊക്കെ ബൗണ്ടറി ഇവിടെയാണ് വരുന്നത്, കണ്ടോ നിങ്ങൾ? താഴെ ബൗണ്ടറി താഴേക്കാണ് വരുന്നത് അല്ലെ. സോ ഇങ്ങനെ ഒരു രീതിയിലുള്ളൊരു ഇന്ത്യയുടെ ഇന്ന് കാണുന്ന ഇന്ത്യ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല അല്ലെ. 28 സ്റ്റേറ്റ്സ് സെപ്പറേറ്റ് അല്ലെ. ഗുജറാത്തിന്റെ ഈ പോർഷൻ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ അങ്ങ് പോയിട്ട് ഇവിടെ ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ വന്നിട്ട് അല്ലെ ആ ഒരു ഇന്ത്യയുടെ മോഡലും ഇന്ത്യയുടെ ഒരു മാപ്പിന്റെ കിടപ്പും ഈ കാണിച്ചിരിക്കുന്ന ഇന്ത്യയുടെ മാപ്പും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 18th സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള 18th സെഞ്ചുറിന്റെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ഇന്ന് 28 സ്റ്റേറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ള അത്രയും വരെ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ 18th സെഞ്ചുറിന്റെ ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇന്ന് കാണുന്ന ഇന്ത്യ എങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല നമ്മൾ പഠിക്കുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ദ ക്രൈസിസ് ഓഫ് ദ എംപയർ ആൻഡ് ദ ലേറ്റർ മുഗൾസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുഗൾ സാമ്രാജ്യം എന്ന് കേട്ടിട്ടുണ്ടോ? മുഗൾ ചക്രവർത്തിമാരെ പറ്റി കേട്ടിട്ടുണ്ടോ? സോ ദ ക്രൈസിസ് ഓഫ് ദ എംപയർ ആൻഡ് ദ ലേറ്റർ മുഗൾസ്. എംപയറിന് ക്രൈസിസ് വന്നു. എന്ത് ക്രൈസിസാ വന്നിട്ടുള്ളത് നോക്കാം. സോ
Mughal Empire reached the height of its success and started facing a variety of crises towards the closing years of the 17th century. എന്താ മുഗൾ എംപയറിന് എന്ത് പറ്റി? മുഗൾ എംപയർ നല്ല സക്സസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുഗൾ എംപയർ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ 17ാമത്തെ സെഞ്ചുറിയുടെ അവസാന കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? 17ാമത്തെ സെഞ്ചുറിയുടെ അവസാന അല്ലെ 1600 1690 ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്താ സംഭവിച്ചത്? മുഗൾ സാമ്രാജ്യം അല്ലെ മുഗൾ എംപയർ എന്ത് പറ്റി? ഭയങ്കര ക്രൈസിസസ് വരാൻ തുടങ്ങി. എന്തായിരിക്കും ക്രൈസിസ് എന്ന് നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്രൈസിസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദീസ് വേർ കോസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു എംപയർ ആകുമ്പോ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഇന്നത്തെ കൺട്രിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ? വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റിന്റെ പ്രശ്നമുണ്ട്, റോഡ് ഗതാഗതത്തിന്റെ പ്രശ്നമുണ്ട് അല്ലെ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രൈസിസുകൾ ഉണ്ട് അല്ലെ. പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അത് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യണം. അതുപോലെ മുഗൾ എംപയറിന് കുറെ ക്രൈസിസ് വന്നു. അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഒത്തിരി കാരണങ്ങളുണ്ട്. എംപറർ ഔറംഗസേബ് ഹാഡ് ഡിപ്ലീറ്റഡ് ദ മിലിറ്ററി and financial sources of his empire by fighting a long war in the Deccan. ഔറംഗസേബ് എന്ത് ചെയ്തിട്ടുണ്ട്? മിലിറ്ററി റിസോഴ്സസും അതുപോലെ തന്നെ എന്തും ചെയ്തിട്ടുണ്ട്? ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ഡെക്കാനിൽ ഒരു യുദ്ധത്തിൽ അല്ലെ, ഡെക്കാൻ വാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒത്തിരി ആ കൺട്രിയുടെ എംപയറിന്റെ ഒത്തിരി റിസോഴ്സസും മിലിറ്ററി പവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എംപയറിന് എന്ത് ചെയ്യും? റിസോഴ്സസ് കുറയാൻ തുടങ്ങും അല്ലെ. അങ്ങനെ റിസോഴ്സസ് കുറഞ്ഞതാണ് ഔറംഗസേബ്, എംപറർ ഔറംഗസേബ് ഡെക്കാനിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള വാറിന് ഒത്തിരി മിലിറ്ററി റിസോഴ്സസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തത് കാരണം എന്ത് സംഭവിച്ചു? ഈ മുഗൾ എംപയറിന് കുറച്ച് ക്രൈസിസ് വരാൻ തുടങ്ങി. Under his successes, the efficiency of the imperial administration broke down. അല്ലെ, അദ്ദേഹത്തിന്റെ സക്സസസ് പിന്നീട് വന്നിട്ടുള്ള ആൾക്കാർക്കും അവരുടെ ഒരു എഫിഷ്യൻസി കുറയാൻ തുടങ്ങി. It became increasingly difficult for the later Mughal emperors to keep a check on their powerful mansabdars. അല്ലെ, അപ്പം ഔറംഗസേബിന് ശേഷം വന്നിട്ടുള്ള ആൾക്കാർക്കും അവരുടെ പവർഫുൾ ആയിട്ടുള്ള മൻസബ്ദാർസ് ഉണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരെ ഒന്നും കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നില്ല. ഇതിനു ശേഷം ഔറംഗസേബിന് ശേഷം വന്നിട്ടുള്ള എംപയേഴ്സിനും എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. നോബിൾസ് അപ്പോയിന്റഡ് ആസ് ഗവർണേഴ്സ്, സബ്ദാസ് അല്ലെ, സുബദാസ് ആയിട്ട് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. and often control the offices of revenue. ഈ ഗവർണേഴ്സ് എന്ത് ചെയ്തു? റവന്യൂ ഓഫീസേഴ്സ് അല്ലെ, കാരണം നികുതി പിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെ, നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ലേ, അങ്ങനെ റവന്യൂ ഓഫീസേഴ്സിന്റെ ഒക്കെ മേലെ കൺട്രോളിന് വേണ്ടിയിട്ട് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ആസ് വെൽ. അപ്പം ഗവർണേഴ്സിന് റവന്യൂ കളക്ഷന് വേണ്ടിയിട്ടൊക്കെ ഗവർണേഴ്സിനെ അല്ലെങ്കിൽ മിലിറ്ററി പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് നോക്കി നടത്താനൊക്കെ ആരെ അപ്പോയിന്റ് ചെയ്തു? ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. This gave them extraordinary political, economical and military powers over vast regions of the Mughal Empire. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവർക്ക് ഫുള്ളായിട്ട് പിന്നീട് വന്നിട്ടുള്ള ഔറംഗസേബിന് ശേഷം വന്നിട്ടുള്ള മുഗൾ എംപയേഴ്സിനെ കറക്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? അപ്പൊ എംപയേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ കിങ്ഡം ഭരിക്കുന്നത് അല്ലെ. പക്ഷേ ആരാണ് ഇവിടെ ഗവർണേഴ്സിന് പവർ കൊടുത്തു? റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്ത് ചെയ്തു? പവർ കൊടുത്ത സമയത്ത് ഇവർക്ക് രാഷ്ട്രീയപരമായി അല്ലെ, പൊളിറ്റിക്കലിയും എക്കണോമിക്കലിയും അതുപോലെ തന്നെ മിലിറ്ററി പവേഴ്സ് ഒക്കെ ആർക്ക് ഒരു കൈയടക്കാൻ വേണ്ടി പറ്റി? ഇവര് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഗവർണേഴ്സിന് പറ്റി. ഓക്കെ, and as the governors consolidated their control over the provinces, the periodic remission of revenue to the capital declined.
എന്ത് സംഭവിച്ചു? ഗവർണറെ അപ്പോയിന്റ് ചെയ്തു ഈ റവന്യൂ ഒക്കെ കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സസിന്റെ മുകളിലൊക്കെ ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? പീരിയോഡിക് റമിഷൻ ഓഫ് റവന്യൂ ടു ദ ക്യാപിറ്റൽ ഡിക്ലൈൻഡ് അല്ലെ. ക്യാപിറ്റലിലേക്ക് പിന്നെ ഇവർക്ക് കൂടുതൽ പവർ കിട്ടി. അവരെല്ലാ റവന്യൂലൊക്കെ അവർക്ക് പവർ കാണിക്കാൻ തുടങ്ങി. പൊളിറ്റിക്കൽ പവർ അവർക്ക് കുറച്ചും കൂടെ കിട്ടാൻ തുടങ്ങി. അപ്പം ആർക്ക് കിട്ടുന്നില്ല? എംപയറിന് എന്ത് കിട്ടുന്നില്ല? കാര്യമായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. പീരിയോഡിക് റമിഷൻ ഓഫ് റവന്യൂ ടു ദ ക്യാപിറ്റൽ ഡിക്ലൈൻഡ്. Peasant and Zamindari rebellions in many parts of northern and western India added to these problems. അപ്പം ഓൾറെഡി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു. അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് പെസൻസും സെമീൻദാരി റിബല്യൻസും ഒക്കെ കൂടെ ഇതിനകത്തേക്ക് പങ്കുചേർന്നു. These revolts were sometimes caused by the pressures of mounting taxes. At other times, they were attempts by powerful chieftains to consolidate their own possessions. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അല്ലെ, ആർക്കെങ്കിലും ചെറിയ ചെറിയ പവർ ഒക്കെ കിട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ആ പവർ കാര്യമായിട്ട് അങ്ങ് യൂട്ടിലൈസ് ചെയ്യും അല്ലെ. ജസ്റ്റ് നോക്കാനൊക്കെ പറഞ്ഞായിരിക്കും അല്ലെ, പിന്നെ അവരത് അങ്ങ് അധികാരത്തിലേക്ക് അങ്ങ് മാറും അല്ലെ. ജസ്റ്റ് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കണേന്ന് പറഞ്ഞിട്ട് ഒരു പൊസിഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? ഞാനാണ് ഇവിടുത്തെ ആള്, ഞാനാണ് ഇവിടുത്തെ മെയിൻ, ഞാനാണ് എല്ലാരും എന്റെ കീഴിലാണ്, എല്ലാം എന്റെയാണ് എന്നുള്ള രീതിയിൽ അവരങ്ങ് മാറാൻ തുടങ്ങി. But these groups were now able to seize the economic resources of the region to consolidate their positions. The Mughal emperors after Aurangzeb were unable to arrest the gradual shifting of political and economical authority into the hands of provincial governors, local chieftains and other groups. എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞു അല്ലെ, ഇവരെ ഒന്ന് നോക്കി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോരോ പൊസിഷനിൽ നിർത്തിയ ആൾക്കാര് അവരവരുടേതാണെന്നുള്ള രീതിയിൽ അല്ലെ, അവർക്ക് അധികാരപ്പെട്ടതാണെന്നുള്ള രീതിയിൽ പല പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പക്ഷേ മുഗൾ എംപറേഴ്സ് അല്ലെ, ഔറംഗസേബിന് ശേഷം വന്നിട്ട് ഔറംഗസേബിന്റെ ആ ലാസ്റ്റ് പീരീഡിൽ തന്നെ ഈ മുഗൾ എംപയറിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവരുടെ ഒരു ഡിക്ലൈൻ അല്ലെ, കുറെ ക്രൈസിസ് ഒക്കെ നേരിടുന്നുണ്ട്. അവര് മിലിറ്ററിക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഓൾറെഡി മുഗൾ എംപയർ കുറച്ച് ശോഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പിന്നീട് വന്നിട്ടുള്ള ആൾക്കാര് അവർക്ക് കറക്റ്റ് ആയിട്ട് കൺട്രോളിംഗ് ഒന്നും കിട്ടാത്ത കാരണം കുറച്ച് ആൾക്കാരെ പൊസിഷനൊക്കെ ഏൽപ്പിച്ചു. അത് അവരുടേതായിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പൊളിറ്റിക്കൽ പവറും എക്കണോമിക് പവറൊക്കെ മുഗൾ എംപറേഴ്സിന്റെ കയ്യിൽ നിന്നും നോക്കാൻ നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഗവർണേഴ്സ്, അതുപോലെ തന്നെ ചീഫ്റ്റെയിൻസ്, വേറെ കുറച്ച് ആൾക്കാരുടെ ഒക്കെ കയ്യിലേക്ക് ഇങ്ങനെ ഈ പവർ ഒക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി പോവാൻ വേണ്ടി തുടങ്ങി. മുഗൾ എംപറേഴ്സിന് കാര്യമായിട്ടുള്ള കൺട്രോൾ ഒന്നും കിട്ടിയില്ല. അതാ പറയുന്നേ, the Mughal emperors after Aurangzeb were unable to arrest the gradual shifting of അല്ലെ, ഷിഫ്റ്റ് ആവുകയാണ് അല്ലെ. പവർ ആരുടെ കയ്യിലാണുള്ളത്? എംപറേഴ്സിന്റെ കയ്യിലാണ്. പക്ഷെ ഗ്രാജുവലി ഈ പവർ ഷിഫ്റ്റ് ചെയ്തിട്ട് shifting of political and economic authority into the hands of provincial governors, local chieftains and other groups. Next rich harvest and empty coffers. ഇതൊരു ഇൻസിഡന്റ് ആണ്. നോക്കി നിങ്ങൾ, the following is a contemporary writer's account of the financial bankruptcy of the empire. The great lords are helpless and impoverished. Their peasants raise 2 crops a year, but their lords see nothing of either, and their agents on the spot are virtual prisoners in the peasants' hands, like a peasant kept in his creditor's house until he can pay his debt. So complete is the collapse of all order and administration, that though the peasant reaps a harvest of gold, his lord does not see so much as a wisp of straw. How then can the lord keep the armed force he should? How can he pay the soldiers who should go before him when he goes out, or the horsemen who should ride behind him?
സോ എന്താ ഇവിടെ പറയുന്നത്, അവർക്കല്ലേ ഒരു പൊസിഷൻ ഇല്ല അല്ലെ, അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊന്നും സാലറി കൊടുക്കാൻ. ഇപ്പൊ സോൾജേഴ്സിനെ നിർത്തണമെങ്കിൽ ലോർഡിന് എന്ത് ചെയ്യണം, അവർക്ക് പൈസ കൊടുക്കണം അല്ലെ, അവർക്ക് ശമ്പളം കൊടുക്കണം. അതിനൊന്നും പറ്റുന്നില്ല അല്ലെ, എല്ലാ തരത്തിലും അവരുടെ കയ്യിലേക്ക് റിസോഴ്സസ് എത്തുന്നില്ല അല്ലെ. അപ്പൊ അവിടെ വന്നിട്ടുള്ള ഒരു ക്രൈസിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇൻ ദ മിഡ്സ് ഓഫ് ദിസ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസ്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഇൻ ദ മിഡ്സ് ഓഫ് ദിസ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസ് ദ റൂളർ ഓഫ് ഇറാൻ. ആരാണ് റൂളർ ഓഫ് ഇറാൻ? നാദിർ ഷാ. ഇങ്ങനെ ഇവിടെ മുഗൾ എംപയർ വലിയൊരു ക്രൈസിസിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇറാനിലെ റൂളർ ആയിട്ടുള്ള നാദിർ ഷാ വരികയാണ്. sacked and plundered the city of Delhi in 1739 and took away immense amount of wealth. അങ്ങനെ ഈ മുഗൾ എംപയർ കുറച്ച് ക്രൈസിസിലൊക്കെ നിൽക്കുന്ന സമയത്ത് നാദിർ ഷാ വരികയാണ്. നാദിർ ഷാ വന്നിട്ട് 1739 ഡൽഹിയിൽ വന്നിട്ട് sacked and plundered the city of Delhi in 1739 and took away immense amount of wealth. അല്ലെ, ഒത്തിരി വെൽത്ത് കൊണ്ടുപോവാണ്. This invasion was followed by a series of plundering raids by Afghan ruler. അപ്പം ഇറാനിലെ റൂളർ ആയിട്ടുള്ള നാദിർ ഷാ വന്നിട്ട് കുറെ ഒത്തിരി വെൽത്ത് ഒക്കെ എടുത്തിട്ട് പോയി. അപ്പൊ അതിനുശേഷം അഫ്ഗാനിലെ റൂളർ ആയിട്ടുള്ള അഹമ്മദ് ഷാ അബ്ദാലി ഹു ഇൻവേഡഡ് നോർത്ത് ഇന്ത്യ 5 times between 1748 and 1761. 1739 ഇറാനിലെ റൂളർ ആയിട്ടുള്ള നാദിർ ഷാ വന്നു, ഒത്തിരി വെൽത്ത് ഒക്കെ കൊണ്ടുപോയി. അതിനുശേഷം അഫ്ഗാനിലെ റൂളർ ആയിട്ടുള്ള അഹമ്മദ് ഷാ അബ്ദാലി എന്ത് ചെയ്തു, 5 തവണ വന്നിട്ട് 1748ന്റെയും 1761 ഇടയിലുള്ള കാലഘട്ടത്തില് 5 തവണ വന്നിട്ട് ഇതേ കാര്യം തന്നെ ചെയ്തു. അത് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ചെയ്തു. ഓക്കെ. Already under severe pressure from all sides, the empire was further weakened by competition among different groups of nobles. അല്ലെ, ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഒത്തിരി സ്ട്രഗിളിൽ നിൽക്കുകയാണ് മുഗൾ എംപയറിലുള്ള ആൾക്കാര്. ആൻഡ് ഇങ്ങനെ കുറെ ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിന് കൂടാതെ തന്നെ അവിടെ അവരുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നോബിൾസിന്റെ ഇടയിൽ അല്ലെ. അവർ നിയമിച്ചിരിക്കുന്ന ആൾക്കാർ, ഗവർണേഴ്സ് അല്ലെങ്കിൽ നോബിൾസിന്റെ ഒക്കെ ഇടയിൽ ഒത്തിരി കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. And they were divided into 2 major groups or factions, the Iranis and Turanis, nobles of Turkish descent ആയിട്ടുള്ള ഇറാനീസ് ആൻഡ് തുറാനീസ് എന്ന് പറഞ്ഞിട്ട് 2 ഡിവിഷൻ അവിടെ വരികയാണ് ചെയ്യുന്നത്. For a long time, the later Mughal emperors were puppets in the hands of either one or the other of these 2 powerful groups. അപ്പം ഇറാനീസും തുറാനീസും. അപ്പൊ ഇവിടെ മുഗൾ എംപയേഴ്സിന് അപ്പൊ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ, അവരുടെ കയ്യിൽ വേണ്ടത്ര റിസോഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവരിവിടെ ഒരു പാവകളെ പോലെ അല്ലെ, puppets in the hands of either one or the other of the 2 powerful groups. ഓക്കെ. അപ്പൊ ഔറംഗസേബിന് ശേഷം അല്ലെ മുഗൾ എംപറേഴ്സിന് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ കണ്ടിട്ടുള്ളത്. ഓക്കെ. The worst possible humiliation came when 2 Mughal emperors, Farrukhsiyar and Alamgir II, were assassinated, and 2 others, Ahmad Shah and Shah Alam II, were blinded by their nobles. സോ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, 2 പ്രധാനപ്പെട്ട മുഗൾ എംപയറേഴ്സ് ആയിട്ടുള്ള ഫറൂഖ്സിയാർ ആൻഡ് അലാംഗീർ II assassinated and 2 others, അഹമ്മദ് ഷാ, അവര് വധിക്കപ്പെട്ട സമയത്ത് 2 others, അഹമ്മദ് ഷാ and ഷാ ആലം II, were blinded by their nobles. അതും അതിന്റെ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയിരുന്നു. ആൻഡ് നാദിർ ഷാ അറ്റാക്സ് ഡൽഹി. നമ്മൾ കണ്ടു അല്ലെ, അതെന്താ അവിടുത്തെ ഇൻസിഡന്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ തരുന്നതാണ്. നാദിർ ഷാ വന്നിട്ട് മുഗൾ എംപയറിന്റെ കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്ന, കൊള്ളയടിക്കുന്ന
കാര്യം. The devastation of Delhi after Nadir Shah's invasion was described by contemporary observers. One described the wealth looted from the Mughal treasury as follows. എത്രത്തോളം വെൽത്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 60 lakhs of rupees and some 1,000 gold coins, nearly 1 crore worth of gold ware, nearly 50 crores worth of jewels, most of them unrivaled in the world, and the above included the peacock throne. അല്ലെ അങ്ങനെ ഒത്തിരി അല്ലെ 1 crore 50 lakhs എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി എമൗണ്ടില് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലൂട്ട് ചെയ്തിട്ടുണ്ട്. And another account described the invasion's impact upon Delhi. Those who had been masters were now in dire straits. അല്ലെ ഇവിടുത്തെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിയാലേ എല്ലാം നഷ്ടപ്പെട്ടു അല്ലെ. And those who had been revered couldn't even get water to quench their thirst. അല്ലെ അവർക്ക് അവരുടെ ഒരു ദയനീയ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. And the recluses were pulled out of their corners. The wealthy were turned into beggars. അല്ലെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാര് ഒരു ബെഗറെ പോലെ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. Those who once set the style in clothes now went naked, and those who owned property were now homeless. The new city, Shahjahanabad, was turned into rubble. Nadir Shah then attacked the old quarters of the city and destroyed a whole world that existed there. അല്ലെ നാദിർ ഷാ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് അല്ലെ അവിടെ നിന്നിട്ട് വലിയൊരു സാമ്രാജ്യം തന്നെ എന്ത് ചെയ്തു, നശിപ്പിച്ചു എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുണ്ടായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ നമ്മൾ ഈ ഒരു സെഷനില് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 18th സെഞ്ചുറി പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. എന്ത് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ്? 18th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫില് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഔറംഗസേബിന് മുഗൾ എംപറേഴ്സില് ഔറംഗസേബിന് ശേഷം വന്നിട്ടുള്ള മുഗൾ എംപറേഴ്സിന് ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി ക്രൈസിസ് നേരിടേണ്ടി വന്നു. കാരണം ഡെക്കാൻ വാറിൽ ഒത്തിരി റിസോഴ്സസ് യൂസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഓൾസോ ഇവര് നിയമിച്ചിട്ടുള്ള നോബിൾസ്, ഗവർണേഴ്സ് ഒക്കെ ആയിട്ട് നിയമിച്ചിട്ടുള്ള നോബിൾസ് അവർ അവരുടേതായിട്ട് കണ്ടുകൊണ്ട് അധികാരം എടുക്കാൻ തുടങ്ങി. അത് കാരണം അവർക്ക് റവന്യൂ ഒന്നും കിട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല. അവര് gradually shifting of political and economic authority into the hands of provincial governors, local chieftains and other groups. അവിടെ മുഗൾ എംപറേഴ്സിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അല്ലെ. ആ ഒരു പ്രോഗ്രസിനെ അവർക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല അല്ലെ. അവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് ഒക്കെ കുറവായിരുന്നു അല്ലെ. ആസ് എൻ എംപയർ എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ ഇറാനീസും അതുപോലെ തന്നെ ടാർക്കിഷ് ആൾക്കാരും വന്നിട്ട് ഇവിടെ ലൂട്ട് ചെയ്തു അല്ലെ. നാദിർ ഷാനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. നാദിർ ഷാ ഡൽഹി അറ്റാക്ക് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഒത്തിരി റിസോഴ്സസ് നാദിർ ഷാ നമ്മുടെ ആ ഒരു കിങ്ഡത്തിനെ തന്നെ അല്ലെ, ആ ഒരു എംപയറിനെ തന്നെ എന്ത് സംഭവിച്ചു, കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങള് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.